സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കാലവർഷം അടുത്ത 4 ദിവസത്തിനുള്ളിൽ കേരള തീരത്ത് തൊടും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്നലെ മഴയെ തുടർന്ന് തലസ്ഥാനത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. സാരംഗ് സുധാകരൻ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. സാരംഗ്, ആദ്യം നമുക്ക് കാലാവസ്ഥ അറിയിപ്പിലേക്ക് പോകാം. എങ്ങനെയാണ് ഇന്ന് കാര്യമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടോ? രണ്ടാമത് നമ്മൾ പോകേണ്ട തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടാണ്. നമ്മൾ പതിവായി കൊച്ചിയിലെ വെള്ളക്കെട്ടിനെ പറ്റി ഒരുപാട് പറയും. പക്ഷേ ഇത്തവണ തിരുവനന്തപുരം ആദ്യ മഴയിൽ തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സാരംഗ്. എൽദോ, തീർച്ചയായും ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും മഴ മുന്നറിയിപ്പ് തലസ്ഥാനത്തും ഒപ്പം മറ്റ് ജില്ലകളിലുമുണ്ട്. 6 ജില്ലകൾ തന്നെ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ യെല്ലോ അലേർട്ട് ആയിരുന്നു പകൽ സമയങ്ങളിൽ. വൈകുന്നേരത്തോടു കൂടി മഴ കനത്തതോടെ തിരുവനന്തപുരത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും, അതായത് 50 മുതൽ 60 വരെ, പരമാവധി 60 കിലോമീറ്റർ വേഗത വരെ പോകാവുന്ന കാറ്റിനടക്കം സാധ്യത ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 26-ാം തീയതി ആയിരുന്നു കാലവർഷം കേരളത്തിലേക്ക് എത്തുമെന്ന് അറിയിച്ചത്. പക്ഷേ അത് പിന്നീട് മാറുകയായിരുന്നു. ഇപ്പോൾ എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ മഴ അധികം വൈകാതെ മൺസൂണിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത അറിയിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പ് ഇടയ്ക്കിടെ, അതായത് യെല്ലോ അലേർട്ട് അറിയിക്കുകയാണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ അത് പിന്നീട് ആ മുന്നറിയിപ്പിൽ മാറ്റം വരുന്നുമുണ്ട്. എന്തിനായാലും ഈ മഴ തുടർച്ചയായി തന്നെ മുന്നോട്ട് പോയി മൺസൂണിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ മുന്നറിയിപ്പുകൾ നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കുകയും ചെയ്യാം. പിന്നെ അറബിക്കടലിന് മുകളിലായി ഒരു ചക്രവാത ചുഴിയടക്കം നിലനിന്നതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയടക്കം ഇടവിട്ടുകൊണ്ടുള്ള ശക്തമായ മഴക്കും കാരണമായിരുന്നത്. ഇനി കാലവർഷം എത്തുന്നതോടുകൂടി സ്വാഭാവികമായിട്ടുള്ളൊരു മഴയിലേക്കും ഇനി എത്താനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ ഇത്തവണ കാലവർഷം ദുർബലമായിരിക്കും, അല്ലെങ്കിൽ ശക്തി കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതിന് മുൻപ് അറിയിച്ചിരുന്നു. പക്ഷേ മഴ മുന്നറിയിപ്പുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ മഴയ്ക്ക് തന്നെയാണ് തുടക്കത്തിൽ സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് പ്രധാനമായും നമുക്കറിയാം, ഒരു ശക്തമായ മഴ പെയ്ത് മൺസൂൺ ആരംഭിക്കുമ്പോഴാണ്, കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായി മഴ പെയ്യുമ്പോഴാണ് നഗരങ്ങളിലും തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലടക്കം തമ്പാനൂരിലടക്കം വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം അങ്ങനെയായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് സമീപവും ഒപ്പം തമ്പാനൂരും ചാക്കയിലുമടക്കം വെള്ളക്കെട്ട് ശക്തമായി രൂപപ്പെടുകയും ചെയ്തിരുന്നു. അത് പൊതുഗതാഗതത്തിനും ജനങ്ങൾക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തു. എന്തിനായാലും കഴിഞ്ഞ ദിവസം മേയറുടെ പ്രതികരണം ഉണ്ടായിരുന്നു. ഇത് കോർപ്പറേഷന് തന്നെ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ കോർപ്പറേഷൻ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല. ഒരു സമഗ്രമായ ഒരു പദ്ധതി ഇതിൽ ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടക്കം സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ടിന്, അല്ലെങ്കിൽ മഴ തുടങ്ങുമ്പോൾ തന്നെയുള്ള ഒരു വെള്ളക്കെട്ട് എന്നൊരു പ്രശ്നത്തിൽ ഉള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളെന്നാണ് കഴിഞ്ഞ ദിവസം വി രാജേഷ് അടക്കം പ്രതികരിച്ചത്. എന്തിനായാലും വരും ദിവസങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോൾ പോലും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വിശദീകരണം, മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടത്തിയിരുന്നു. പക്ഷേ ഇത് ഈ ഒരു അപര്യാപ്തത, ഈ ഒരു സംവിധാനത്തിൻ്റെ അപര്യാപ്തത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശേഷിക്കുറവ് കൊണ്ടാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. അതിലെന്തായാലും ഒരു ശാശ്വത പരിഹാരം കാണാൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്. അതിൽ സർക്കാർ കൃത്യമായി ഇടപെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം മേയർ പ്രതികരിച്ചത്. എന്തിനായാലും മഴ വരുന്ന ദിവസങ്ങളിൽ തുടരും. നമുക്കറിയാം, നാളെ ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. സാധാരണ ആ ദിവസങ്ങളിൽ ശക്തമായ മഴ നമുക്ക് സാധാരണ രീതിയിൽ ലഭിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ മഴ തുടരാനാണ് സാധ്യത. അതിൻ്റെ ശക്തിയും ഒരു കാറ്റിൻ്റെ വേഗതയും അടക്കം മാറി മറിയുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാനത്തുടനീളം, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് കൂടുതലായും അതിനുശേഷം വടക്കൻ മേഖലകളിലേക്കും മഴ വർദ്ധിച്ചു വരാനാണ് സാധ്യത. എൽദോ, റൈറ്റ്. നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. അവിടെ ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് ഈ മുന്നൊരുക്കങ്ങളുണ്ടായ പാളിച്ച തന്നെയാണ് വെള്ളക്കെട്ടിന് കാരണം. കൊച്ചി സാധാരണയായി മഴ പെയ്യുമ്പോൾ വലിയ തോതിൽ വെള്ളക്കെട്ടൊക്കെ ആദ്യം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? കൊച്ചിയിലെ, പ്രത്യേകിച്ച് സൗത്തിലെ KSRTC സ്റ്റാൻഡൊക്കെ, അവിടെയൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ദുരിതമാണ്. കൊച്ചിക്കാരെന്ത് പറയുന്നു? എൽദോ, വലിയ
വിഷയങ്ങളിലേക്ക് പോയിട്ടില്ല. ഞാൻ കേൾക്കുകയായിരുന്നു ഈ സാരംഗ പറഞ്ഞതെല്ലാം തന്നെ സാധാരണഗതിയിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് പറയേണ്ട കാര്യങ്ങളാണ്. മഴയുടെ തുടക്കത്തിൽ തന്നെ ഈ രൂക്ഷമായ വെള്ളക്കെട്ടും കാര്യങ്ങളും വന്നിരുന്നത്. ഏതായാലും പരീക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് ഈ ദിവസങ്ങളിൽ അത്രയും ഒന്നും വന്നിട്ടില്ല എന്ന് തന്നെയാണ്. ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴ രാത്രിയിൽ ഉണ്ടായതാണ്. നഗരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആ സമയത്ത് കനത്ത മഴയെ തുടർന്ന് കുറച്ചു നേരം ഒരു വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു എന്നതൊഴിച്ചാൽ പക്ഷേ അതെല്ലാം തന്നെ പെട്ടെന്ന് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. കുറേയെങ്കിലും ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കൊച്ചിൻ കോർപ്പറേഷന് അടക്കം സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര എന്ന് അറിയണമെങ്കിൽ ഈ മഴ അതിൻ്റെ ഒരു തീവ്രതയിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് നഗരം പരീക്ഷിക്കപ്പെടുന്നത്. എത്ര കണ്ട് ശുചീകരണ പ്രവർത്തനം നടത്തിയാലും പലപ്പോഴും ചില ഭാഗങ്ങളിലെങ്കിലും വെള്ളക്കെട്ട് അതേ രീതിയിൽ തന്നെ അനുഭവപ്പെടുന്ന ഒരവസ്ഥ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ മഴ മുന്നറിയിപ്പ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പൊതുവിലുള്ള ഒരു കാലാവസ്ഥ പോലെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. പകൽ സമയത്ത് വലിയ രീതിയിലുള്ള ഇപ്പോൾ പുലർച്ചെ ഈ രീതിയിൽ മഴയൊന്നും കാര്യമായ രീതിയിലുള്ള രാത്രിയിൽ ചെറിയ രീതിയിൽ മഴ കിട്ടുന്ന രീതിയിലേക്കാണ് നിലവിലത്തെ ഒരു അവസ്ഥ. പക്ഷേ ഒരു 4 ദിവസത്തിനകം കാലവർഷം എത്തും, വളരെ ശക്തമായൊരു മഴയ്ക്ക് സാധ്യത എന്നതെല്ലാം തന്നെ പറയുമ്പോൾ ഇപ്പോഴും പലയിടങ്ങളിലും എല്ലാം തന്നെ കാനകളുടെ ഒഴുക്ക് സുഗമമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പലയിടത്തും തന്നെ നടക്കുന്നുണ്ട്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൗത്ത് ഭാഗങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് അവിടെയൊക്കെ എത്ര കണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും നിർമ്മാണത്തിലെ പല രീതിയിലുള്ള അശാസ്ത്രീയതകളുണ്ട്. പ്രത്യേകിച്ച് പുതുതായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും തന്നെ ഇത് കണ്ണും പൂട്ടിയുള്ളതാണെന്ന് പറയേണ്ടി വരും. അത് വെള്ളം ഒഴുകിപ്പോകുന്നോ മഴ പെയ്യുമോ അത് തടസ്സപ്പെടുമോ, വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും, ഇതൊന്നും കാര്യമായി ആരും തന്നെ ആലോചിക്കാറില്ല. മഴ പെയ്ത് നിറയുമ്പോൾ മാത്രമാണ് എവിടെയെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് പരിശോധിക്കാൻ പോലും മെനക്കെടുന്നത്. ഏതായാലും വലിയ തീവ്ര മഴയിലേക്ക് എത്തിയിട്ടില്ല. അതൊരു വരും ദിവസങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ മഴക്കെട്ടിലേക്ക് ഏതെല്ലാം പതിവ് സ്ഥലങ്ങളിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് കോർപ്പറേഷൻ അധികൃതർ അവകാശപ്പെടുന്നത് എത്രത്തോളം എന്ന് വരും ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കാം. മറ്റൊന്ന് ഉള്ളത് തീരമേഖലകളാണ്. മഴയുടെ ഒരു ശക്തി കൂടുമ്പോൾ നമ്മൾ പശ്ചിമ കൊച്ചിയുടെ തീരമേഖലകൾ വലിയ രീതിയിൽ തന്നെ അതിൻ്റെ രൂക്ഷത അനുഭവിക്കാറുണ്ട്. ഏതായാലും അവിടെ ഇപ്പോൾ വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ചെല്ലാനത്തെ വലിയൊരു ഭാഗം കടൽഭിത്തി നിർമ്മാണം പോയ സർക്കാരിൻ്റെ കാലത്ത് രൂപീകരിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ സീസണിലെല്ലാം തന്നെ ഉള്ളൊരു ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ കണ്ണമാലി മുതൽ തിരിച്ചിങ്ങോട്ടുള്ള ഭാഗത്തും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ സീസണിൽ അത് തീരില്ല. പക്ഷേ ഇതിൽ കുറേയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ളൊരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് മാത്രവുമല്ല തീരമേഖലയിൽ ഏതെങ്കിലും രീതിയിൽ കടൽ കയറ്റം ഉണ്ടാകുമ്പോൾ മാറ്റി പാർപ്പിക്കേണ്ട ഇടങ്ങൾ ആ സ്ഥലങ്ങളെല്ലാം തന്നെ അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ അത് കണ്ടുവയ്ക്കാനടക്കമുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗമടക്കം നടന്നിരുന്നു. അത് പശ്ചിമകൊച്ചിയുടെ കാര്യത്തിൽ മാത്രമല്ല വൈപ്പിനിലേക്ക് പോകുമ്പോഴെല്ലാം ഇതേ രീതിയിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ അവിടെ അനുഭവപ്പെടാറുണ്ട്. കടൽഭിത്തി തകർന്ന മേഖലകളുണ്ട്. അവിടെയൊന്നും ഇതുവരെയും ഒരു കാര്യമായ രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങൾ എത്തിയിട്ടില്ല. മഴക്കാലം കാലവർഷം രൂക്ഷമാകുമ്പോൾ ഇവിടങ്ങളിലെല്ലാം തന്നെ മണൽവാട കെട്ടുന്ന പതിവ് മാത്രമാണുള്ളത്. പക്ഷേ അതുകൊണ്ടെല്ലാം എത്രത്തോളം പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുമെന്നതെല്ലാം നമ്മൾ പോയ വർഷങ്ങളിലെല്ലാം തന്നെ കണ്ടതാണ്. കാര്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ഈ ഭാഗങ്ങളിലും വേണ്ടിയിരിക്കുന്നു. ഏതായാലും മഴ മുന്നറിയിപ്പ് ജില്ലയിലുണ്ട്. മഴയുടെ ഒരു ശക്തിയിലേക്ക് ആ ജില്ലയിൽ ഇതുവരെ ഒരു കാര്യങ്ങൾ വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകുന്നു. അതിൽ മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളും എത്രത്തോളം നന്നായി നടത്തിയിട്ടുണ്ട് എന്നതുകൂടി വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും. അതെ, കൊച്ചിയിലെ കാര്യങ്ങൾ നമ്മൾക്ക് എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിയുന്നതുവരെ കാത്തിരിക്കാം. ഉണ്ടാകരുത് മോശം സാഹചര്യമെന്ന് ആശംസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാം.